ഹലോ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. അപ്പോൾ നമ്മളിന്ന് വന്നിട്ടുള്ളത് എൻ്റെ ഒരു ഡേ ആണ്. ഞാൻ രാവിലെ ഒരു 6 മണിക്ക് നീക്കും, എന്നിട്ട് വീണ്ടും ഒന്നും കൂടി കിടന്ന് ഒരു 6:30ക്കാണ് ഇന്നൊക്കെ നീച്ച്. അപ്പം നമ്മൾ അടുക്കളയിലേക്ക് വന്നു. അടുക്കള വന്നപ്പോൾ ഇതാണ് നമ്മുടെ അടുക്കളയിൽ നിന്നുള്ള വ്യൂ. നമ്മൾ വന്നപ്പോൾ ഉമ്മ ചായക്ക് വെച്ചിട്ടുണ്ട്. ചായ ഒന്നും ആയിട്ടൊന്നുമില്ല ഇപ്പോൾ വെച്ചിട്ടുള്ളൂ. അതിന് ശേഷം ഇന്നത്തെ കടി, രാവിലത്തെ കടി പറഞ്ഞാൽ നമ്മൾ പുട്ടുണ്ടാക്കാനാണ് ഉദ്ദേശിച്ചിരിക്കുന്നത്. പുട്ടും പഴമാണ് കരുതിയിരിക്കുന്നത്. പിന്നെ നമ്മൾ പാക്ക് പുട്ട് പറ്റാത്തതുകൊണ്ട് നമ്മൾ അപ്പം ഉണ്ടാക്കുന്നുണ്ട്. അപ്പം ഇന്ന് പുട്ടിൻ്റെയും അപ്പത്തിൻ്റെയും റെസിപ്പി ഇതിൽ ഞാൻ കാണിക്കാം. നമ്മൾ ആവശ്യത്തിന് നമ്മളെ വീട്ടിൽ എത്ര ക്വാണ്ടിറ്റി വേണം അതിനനുസരിച്ച് നമ്മൾ പൊടി എടുക്കുക. അതിന് ശേഷം നമ്മളേക്ക് ആവശ്യത്തിന് കുറച്ച് ഉപ്പിടുക. കുറച്ച് ഉപ്പിട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം. നമ്മൾ കൈ കൊണ്ട് ഇതാക്കാണ് നല്ലത് കേട്ടോ. കൈ കൊണ്ട് മിക്സ് ആക്കാണ് നല്ലത്, എന്നാലേ നല്ല സോഫ്റ്റ് ആക്കാൻ നമുക്ക് പറ്റുള്ളൂ. എന്നിട്ട് നമ്മൾ ആവശ്യത്തിന് പച്ച വെള്ളം ഒഴിച്ചെടുക്കുക. കുറച്ചധികം വെള്ളം ഒഴിച്ചെടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് കുറച്ച് സമയം നമ്മളവിടെ ഇങ്ങനെ വെക്കണം. എന്നാലും കുറച്ച് തന്നെ നല്ല സോഫ്റ്റായിട്ട് വരിക. ആ കുറച്ച് സമയം കൊണ്ട് ഉമ്മ വന്നിട്ടുണ്ട്. ഉമ്മ ചായയിൽ പൊടിയൊക്കെ ഇട്ട് ചായയൊക്കെ സെറ്റാക്കി. പിന്നെ ഞാൻ പുട്ടെടുത്ത് തേങ്ങയൊക്കെ എടുത്ത് വന്നു. നമുക്ക് തേങ്ങ ചിരവിയിട്ട് പുട്ടുണ്ടാക്കാൻ തുടങ്ങാം. നമ്മൾ പുട്ടിൻ്റെ പാത്രം ആദ്യം അടുപ്പിൽ വെച്ച് അതിൽ വെള്ളം വെച്ചിട്ട് അടുപ്പത്ത് വെക്കുക. ശേഷം പുട്ടിന് നിറക്കുക. കുറച്ച് തേങ്ങ, കുറച്ച് പൊടി, കുറച്ച് തേങ്ങ, കുറച്ച് പൊടി, അങ്ങനെ ആക്കിയിട്ട് നിറച്ചിട്ട് 2-3 മിനിറ്റ് കഴിയുമ്പോൾ തന്നെ ആവി വരും. അത് അടച്ച് വെക്കണം കേട്ടോ, ഇല്ലെങ്കിൽ ആവി പെട്ടെന്ന് അങ്ങനെ വരില്ല. ആവി വരും. അത് ആവി വരുന്ന സമയം കൊണ്ട് നമുക്ക് ഉപ്പാക്കി കുറച്ച് 2-3 അപ്പം ചൂടാം. നമ്മൾ അപ്പത്തിൻ്റെ ചട്ടി അടുപ്പിൽ വെച്ചിട്ടുണ്ട്. എന്നിട്ട് ഉപ്പാക്ക് കുറച്ച് അപ്പം മതി, അതുകൊണ്ട് നമ്മൾ കുറച്ച് പൊടി എടുത്തിട്ടുള്ളൂ. അതിലേക്ക് കുറച്ച് ഉപ്പിടുക. അതേപോലെ തന്നെ കുറച്ച് നമ്മൾ വെള്ളം ഒഴിക്കുമ്പോൾ കുറച്ച് തോനെ വെള്ളം ഒഴിക്കണം. ഒരു ലൂസ് പരുവത്തിലാണ് നമ്മൾ അപ്പം ഉണ്ടാക്കേണ്ടത്. ഈ അപ്പം ഉണ്ടാക്കേണ്ടത് നമ്മൾ ചട്ടിയിൽ കുറച്ച് എണ്ണ തടവി കൊടുത്തതിന് ശേഷം ചട്ടി നല്ലോണം ഒന്ന് ചൂടാവണം. എന്നിട്ട് നമ്മൾ പൊടി നന്നായിട്ട് മിക്സ് ആക്കണേ, അല്ലെങ്കിൽ അടിയിൽ പൊടി നിൽക്കും, അങ്ങനെ നിൽക്കാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ ഉണ്ടാക്കണ അപ്പം കറക്റ്റായിട്ട് വരില്ല. അപ്പോൾ നമ്മൾ പുട്ട് ഇവിടെ ആവി കയറിയിട്ടുണ്ട്. കുട്ടികളൊക്കെ മദ്രസക്ക് പോകാൻ ഇങ്ങനെ റെഡി ആവുകയാണ്. അമ്മ പുട്ടെടുത്ത് പുട്ടിന് പാത്രത്തേക്ക് മാറ്റിയാണ്. വലിയ കുഴപ്പമില്ലാതൊക്കെ കിട്ടി, പക്ഷെ പുട്ട് തള്ളി മറിച്ചിട്ടത് എന്തോ ഒരു പ്രശ്നം പറ്റി, ചെരിവ് വന്നതിന്. അപ്പോൾ നമ്മൾ കുട്ടിക്കുള്ള പുട്ട് ഇവിടെ എടുത്തു കൊടുക്കുകയാണ്. അവർക്ക് മദ്രസക്ക് പോകാൻ. പുട്ടും പഴമാണ്. അപ്പോൾ അതൊക്കെ ഒരു പഴം വെച്ചെടുത്തിട്ട് ആൾക്ക് കൊടുത്തിട്ടുണ്ട്. ആൾ കഴിക്കാൻ കുറച്ച് ടൈം എടുത്ത ആൾ കഴിക്കും. ഇനി കഴിച്ചിട്ട് അവളെ അഭിപ്രായം കേൾക്കാം. നമുക്ക് അവളെ എക്സ്പ്രഷൻ നോക്കാം. അങ്ങോട്ട് വേണ്ടി തിന്ന അങ്ങനെ ഇരിക്കാം മൂപ്പര്. ഹലോ നടക്കൂ. ഇനി പുട്ട് കഴിച്ചു, നല്ല രസമുണ്ട് എന്നൊക്കെ പറഞ്ഞപ്പോഴും പിന്നെ ചായയും കൊടുത്തു. അവൾ പുട്ടും ചായയൊക്കെ കുടിക്കട്ടെ. അപ്പോൾ ഇങ്ങനെ ബാക്കിയുള്ള പുട്ടും അപ്പമൊക്കെ നമ്മളവിടെ ഇങ്ങനെ ചുട്ടും കൊണ്ടിരിക്കുന്നുണ്ട്. നമുക്ക് ആ കുറച്ച് മതി, കുറച്ച് ക്വാണ്ടിറ്റിയിൽ മതി. 2-3-4 കുറ്റി പുട്ടും ഉപ്പാക്ക് 2-3-4 അപ്പം അത്ര മതി രാവിലത്തെ. ഉമ്മ പുട്ട് എടുക്കുമ്പോൾ ചെരിഞ്ഞു പോകണ്ടെന്ന് അപ്പോൾ വേറൊരു ചട്ടകം കൊടുത്തതാണ്. അപ്പോൾ ഇതാണ് നമ്മളപ്പം. അപ്പം നല്ല അടിപൊളിയായിട്ട് വരുന്നുണ്ട് കേട്ടോ. നല്ല സൂപ്പറായിട്ട് കിട്ടി. ഇനി അപ്പം ഒന്നുകൂടി ചുട്ട് കാണിച്ചു തരാം. അപ്പം നമ്മൾ ചുടുക എന്നുള്ളത് ഇങ്ങനെയൊക്കെയാണ്. നമ്മൾ രാവിലെ ചടപ്പേ എന്നുള്ള പരിപാടിയൊക്കെ രാവിലെ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിയാനൊന്നും നേരം ഉണ്ടാവില്ല. രാവിലെ കുട്ടികൾ മദ്രസക്ക് പറഞ്ഞേക്കൽ, ചായയും കടി ഉണ്ടാക്കൽ, അത് ഭയങ്കര ബിസി ടൈമാക്കൽ. എല്ലാ വീട്ടിലും അങ്ങനെ തന്നെ കാരണം. അപ്പോൾ ഉമ്മ ബാക്കിയുള്ള പുട്ടവിടെ നിറക്കുന്നുണ്ട്.
ഇനി ഇത് കഴിഞ്ഞിട്ട് വേണം പിന്നെ മദ്രസക്കാക്കാൻ. അവളെ ഞാൻ ഒരുക്കാൻ പോവുകയാണ്. അവിടെ വെച്ചിട്ടുണ്ട്. ഇത് ലാസ്റ്റ് കുട്ടി പുട്ടാണ്. അപ്പോൾ അതോടെ പുട്ടിൻ്റെ പരിപാടി കഴിഞ്ഞു. ഇനി കുട്ടിനെ മാറ്റിച്ച് ഓള് ഉളപ്പിച്ചിടപ്പം വണ്ടിമ്മ പോയി. പിന്നെ അങ്ങനെ കുറച്ച് നേരം ഓള് പോണങ്ങനെ നോക്കി പുറത്തത്തെ കാഴ്ചകളൊക്കെ കണ്ടു. ഞങ്ങളവിടെ നല്ല പ്രകൃതി രമണീയമായ സ്ഥലമാണ്. നല്ല പച്ചപ്പുള്ള അടിപൊളി സ്ഥലമാണ്. നമ്മളവിടുന്ന് യാത്ര പറഞ്ഞു. അപ്പോൾ ഇവിടെ എത്തിയപ്പോൾ അടുക്കളയിൽ വന്നപ്പോൾ ഇങ്ങനെ ചോറിനുള്ള വെള്ളം വെച്ചിട്ടുണ്ട്. ഉമ്മ അരി കഴുകിയിട്ട് നമ്മളിഞ്ഞ് ചോറ് വെക്കാൻ പോവാം. നന്നായിട്ടൊന്ന് അരി കഴുകിയിട്ട് തിളച്ച വെള്ളത്തേക്ക് നമ്മൾ അരി ഇടണം. അപ്പം നമ്മൾ അരി ഇട്ട ക്ലിപ്പിൻ്റെ ഇരുന്ന് പോയിട്ടോ. അരിയിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയിട്ട് അടച്ചു വെക്കും. ഇനി അത് ഓട്ടോമാറ്റിക്കായിട്ട് അരി അങ്ങനെ വെന്തോളും. അതിനുശേഷം നമ്മളിന്ന് ഉണ്ടാക്കുന്നത് ബീട്രൂട്ടാണ്. ബീട്രൂട്ട് കൊണ്ട് ഉപ്പേരിയാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. ബീട്രൂട്ടിൻ്റെ ഫസ്റ്റ് കുറച്ചെന്തോന്ന് കേടായിട്ടുണ്ട്. അപ്പോൾ ഫുള്ള് മുറിച്ച് മാറ്റിയിട്ട് നമ്മൾ വേറെ പോലെയാണ് കട്ട് ചെയ്യണത്. ഗ്രേറ്ററിൽ ഇതേപോലെ ഗ്രേറ്റ് ചെയ്തെടുത്തു. അപ്പോഴേക്കിന് ഉമ്മ ഉള്ളി അടുപ്പത്ത് വെച്ചു. കുക്കിങ്ങൊക്കെ ഏകദേശം ഉമ്മ സഹായിക്കും നമ്മളെ. എന്നിട്ട് വെളിച്ചെണ്ണ ഒഴിച്ച് ഉള്ളിയും വെളിച്ചെണ്ണ അടുപ്പിൽ വെച്ച് പച്ചമുളക് ഇട്ടിട്ട് നന്നായിട്ട് മൂത്ത് വരുന്ന സമയത്ത് നമ്മൾ ഉപ്പേരി അതിക്കിട്ട് മിക്സാക്കി വെക്കുക വേണ്ടത്. അതിന് അപ്പോൾ ഉപ്പേരി റെഡിയായി. അപ്പോൾ മോള് മദ്രസ വിട്ട് വന്നു. ഓൾക്ക് ചായ നമുക്ക് പുട്ട് വേണ്ട, അപ്പം മതി. അപ്പവും പഞ്ചസാരയും കഴിച്ചു. അത് കഴിഞ്ഞാൽ പിന്നെ വേഗം പോയി ഓൾ കുളിച്ച് റെഡിയായി വന്നു. മുടി കെട്ടി കൊടുത്ത് അവളൊന്ന് ഒരുക്കി സെറ്റാക്കിയിട്ട് വേണം സ്കൂൾക്ക് പറഞ്ഞയക്കാൻ. അങ്ങനെ ഓളിങ്ങനെ ഒരുങ്ങി റെഡിയായി. പിന്നെ ഓളെ ലഞ്ച് ബോക്സൊക്കെ ഞാൻ അവിടെ റെഡിയാക്കി ബാഗൊക്കെ സെറ്റപ്പാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ മുടി നല്ല അടിപൊളിയായിട്ട് കെട്ടണം. ആൾക്ക് നല്ല വൃത്തിയിൽ മുടി കെട്ടി. ഇനി മുടിയൊക്കെ ഒന്ന് കെട്ടി ഞങ്ങൾക്ക് കാണിച്ചു തരാം എങ്ങനെ ഓളെ ഇന്നത്തെ ഹെയർ സ്റ്റൈൽ എങ്ങനെയാണെന്നൊക്കെ ഞാൻ കാണിച്ചു തരാം. പിന്നെ എങ്ങനെയൊക്കെ നിങ്ങളെ വീട്ടിലൊക്കെ എങ്ങനെയാണ് ഓരോ ദിവസങ്ങൾ? ഇതേപോലെയൊക്കെയാണോ? എങ്ങനെയുള്ളത് വെച്ചാൽ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യണേ. നമ്മൾ മുടി ഇങ്ങനെ കെട്ടിക്കൊണ്ടേ ഇരിക്കണേ. അങ്ങനെ ഓള് സ്കൂൾക്ക് പോയി. ഓളോട് ടാറ്റ പറഞ്ഞ ഓളെ പറഞ്ഞയച്ച്. കുട്ടികൾ സ്കൂളിൽ പോകുമ്പോൾ ഭയങ്കര ഒരു ബുദ്ധിമുട്ടാണ്. അപ്പം ഞാൻ വന്ന് നോക്കുമ്പോൾ ഞാനൊക്കെ കഴിഞ്ഞ് വന്നപ്പോൾ ചോറും സാമ്പാറൊക്കെ അടിപൊളിയായിട്ട് ഉണ്ടാക്കിയിട്ടുണ്ട്. പിന്നെ നമ്മൾ രാവിലെ ഉണ്ടാക്കിയ ബീട്രൂട്ട് ഉപ്പേരിയും ഉണ്ട്. ഇനി ഞാൻ വേഗം ഒന്ന് അടിച്ചു വാരി തുടച്ചിട്ട് വരാം. അതാണ് ഇനി അടുത്ത പരിപാടികൾ. അടിച്ചു വാരി തുടക്കൽ കഴിഞ്ഞാൽ തന്നെ ഭയങ്കര റിലാക്സേഷൻ. നമുക്ക് ഒരുപാട് ടൈം വേഗം എന്നാലുള്ള നമ്മൾ പണികൾ ഒരുങ്ങുക. അല്ലെങ്കിൽ പണികൾ ഒരുങ്ങാത്ത പോലെ ഇങ്ങനെ ഫീലാവും. അത്ര വഴുകലൊന്നുമില്ല. പഠിച്ചവരിൽ കഴിഞ്ഞ് നമ്മൾ വേഗം തുടച്ച്. നമ്മൾ പെരയിൽ കുറച്ചാളുള്ളൂ. ഞാനും എൻ്റെ ഹസ്ബൻഡും 2 കുട്ടികളും ഉമ്മയും മാത്രം. അത് കാര്യമായിട്ട് ചളി അങ്ങനെ പ്രശ്നമൊന്നും ഉണ്ടാവില്ല. വേഗം ഒന്ന് അടിച്ചവർ വേഗം ഒന്ന് തുടക്കുക, അത്ര തന്നെ ഉള്ളൂ. ഇടയ്ക്കൊക്കെ നമുക്കിങ്ങനെ എളുപ്പപ്പണിയും ചെയ്യാം. എന്നും ഫുള്ള് ഡീപ്പ് ക്ലീനൊന്നും ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ. അപ്പോൾ നല്ല വൃത്തിയായിട്ടൊന്ന് തുടച്ചിട്ടിട്ട് നമ്മൾ തുടക്കലില്ലാതെ കഴിഞ്ഞു. ഇനി തിരുമ്പി കുളിച്ച് സുഖസുന്ദരമായിട്ട് കടന്നിറങ്ങാണ്. അപ്പോൾ ഓക്കെ, ബൈ ബൈ. എല്ലാവരും നമ്മളെ വീഡിയോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അസ്സലാമു അലൈക്കും.